എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു വീട്. അതുപോലെ ഞങ്ങളൊരു വീട് വെച്ചു. ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ 2 ദിവസം മുൻപ് നമ്മൾ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഓറ ഫ്രഷ് ക്ലീനിങ് സർവീസിനെ ഏൽപ്പിച്ചു. ട്രിവാൻഡ്രത്തുള്ള കമ്പനിയാണ്. ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വന്നവരുടെ കയ്യിലാണെങ്കിൽ ടൂൾസ് ഒന്നും നമ്മൾ കണ്ടില്ല. ആകെ ഉണ്ടായിരുന്നത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബേഴ്സ് ഉണ്ടല്ലോ, അതുപോലുള്ള സ്ക്രബ്ബേഴ്സ് മാത്രം. അതും സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ആയിരുന്നു. അവരുടെ കൂടെ നിൽക്കാനൊന്നും നമുക്ക് സമയമില്ലാത്തതിനാലും വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളും വാങ്ങിക്കാനുള്ളത് കൊണ്ട് നമ്മളന്ന് വർക്ക് നോക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചില്ല. വൈകിട്ട് അവർ വർക്ക് തീർന്നപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക പോലും ചെയ്യാതെ അവർ ചോദിച്ച 12,000 രൂപയും അവർക്ക് GPay ചെയ്ത് കൊടുത്തു. പിന്നീട് വന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ ഹൃദയം പൊട്ടുന്ന കാഴ്ച കണ്ടത്. കാരണം ഒരുപാട് ഏരിയയിൽ നമ്മളെ വീട്ടിൽ ഗ്ലാസ് ഡോറുകളും ഫിക്സഡ് ഗ്ലാസ്സുകളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് സ്ക്രാച്ച് ആക്കി വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ ഒരു ദിവസം പോലും യൂസ് ചെയ്തിട്ടില്ലാത്ത കിച്ചൺ സിങ്ക് ആ പാത്രം കഴുകുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കംപ്ലീറ്റ് സ്ക്രാച്ച് ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാനേ അവരെ കമ്പനിയിൽ വിളിച്ചപ്പോൾ അവർക്ക് കേൾക്കാൻ പോലും സമയമില്ല. അവരൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെയാണ് പെരുമാറിയത്. ഒരു പ്രൊഫഷണൽ കമ്പനി അല്ലേ എന്ന് കരുതിയാണ് നമ്മൾ ഈ വർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു റെസ്പോൺസ് അല്ല നമ്മൾ അവരുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പാല് കാച്ച് കഴിഞ്ഞ് ഒരു 2 മാസം ആവാറായി. ഇതുവരെ അവർ വരാത്തതിനെ തുടർന്ന് നമ്മളൊരു ദിവസം അവരുടെ ഓഫീസിലോട്ട് നേരിട്ട് ചെന്ന് അവരെ കണ്ട് സംസാരിച്ചിട്ട് പോലും ഇവിടെ വന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഇതൊന്ന് വന്ന് നോക്കാനോ ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനോ അവർ കൂട്ടാക്കുന്നില്ല. അവരൊന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല പോലും ഇല്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. ഒരു കമ്പനിയെയും നമ്മൾ തരം താഴ്ത്തി കാണുകയോ അവരുടെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് അവരോട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചത്. വിളിച്ച് സംസാരിച്ചതും നേരിട്ട് ഓഫീസിൽ ചെന്ന് സംസാരിച്ചതും. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു റെസ്പോൺസും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 12,000 രൂപ കൊടുത്ത് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് വീട് ക്ലീൻ ആയിട്ടില്ല എന്നത് മാത്രമല്ല, നമ്മൾ സ്വപ്നം പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഉണ്ടാക്കി വെച്ച ആ വീട് നമ്മൾ പാലുകാച്ചിൻ്റെ 2 ദിവസം മുമ്പ് അത് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു അവർ ചെയ്ത പ്രവൃത്തികൾ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മാത്രമല്ല ഇനി ആരും അറിഞ്ഞുകൊണ്ട് ഇവർക്ക് വർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ വേറെ ആർക്കായാലും ഡീപ്പ് ക്ലീൻ സർവീസിനൊക്കെ നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വീടിന് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ കൂടെ നിന്നൊന്ന് കയറിയ നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിയമവശങ്ങൾ എന്തെങ്കിലും അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. RKDA ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്നൊരു കമ്പനിയാണ് ഈ ഒരു ഓറ ഡീപ്പ് ക്ലീനിങ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഇതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.